ഒരു ദശകത്തിനിടയിൽ ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ദൃശ്യമായത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമാണ്. കേവലം സാമ്പത്തിക വളർച്ച എന്നതിലുപരി സാധാരണക്കാരന്റെ ദൈനംദിന ജീവിത നിലവാരം ഉയർത്തുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറ പാകുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ നടപ്പിലാക്കിയത്. 2014 ശേഷം കൈവരിച്ച ഈ വികസന നേട്ടങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചുവെന്നത് നിർണായകമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ നാഡീഞരമ്പ് ഗതാഗതങ്ങളായ ശൃംഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീർഘകാലമായി കടലാസിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ചരക്ക് ഇടനാഴി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. നിലവിൽ 2843 കിലോമീറ്റർ നീളമുള്ള ശൃംഖല പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. ഇത് ചരക്ക് നീക്കത്തിന്റെ വേഗത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സഹായിച്ചു. 2014 കേവലം 1000 കിലോമീറ്റർ മാത്രമുണ്ടായിരുന്ന എക്സ്പ്രസ് വേ ശൃംഖലയിലേക്ക് 6700 കിലോമീറ്റർ കൂടി പുതുതായി ചേർത്തു. അതായത് രാജ്യത്തെ നിലവിലെ എക്സ്പ്രസ് വേ ശൃംഖലയുടെ 85% നിർമ്മിച്ചത് ഈ ദശകത്തിലാണ്. കൂടാതെ 4 വരെയോ അതിൽ കൂടുതലോ ഉള്ള ദേശീയപാതകൾ 18,371 കിലോമീറ്ററിൽ നിന്നും 45,516 കിലോമീറ്റർ കൂടി വികസിപ്പിച്ചതോടെ മികച്ച റോഡ് ശൃംഖലയുടെ 60% നിർമ്മിച്ചത് കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിലാണ്. നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മെട്രോ റെയിൽ ശൃംഖല 250 കിലോമീറ്ററിൽ നിന്നും 1000 കിലോമീറ്റർ കൂടി വ്യാപിച്ചു. രാജ്യത്തെ നിലവിലെ മെട്രോ ശൃംഖലയുടെ 75% നിർമ്മിച്ചത് ഈ കാലയളവിലാണ്. ഉഡാൻ വികസന പദ്ധതിയിലൂടെ സാധാരണക്കാർക്കും പ്രാപ്യമായ രീതിയിൽ വ്യോമയാന മേഖല മാറ്റി. 2014 74 വിമാനത്താവളങ്ങളുടെ എണ്ണം 104 ഉയർന്നു. നിലവിലുള്ള വിമാനത്താവളങ്ങളിൽ 55% പുതിയതായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഭാരതീയ ആധുനിക ചരിത്രത്തിലെ ആകെ വൈദ്യുതീകരണത്തിന്റെ 69% പൂർത്തിയായത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലാണ്. ഇതോടെ വൈദ്യുതീകരിച്ച റെയിൽ പാതകളുടെ ദൈർഘ്യം 21,800 കിലോമീറ്ററിൽ നിന്നും 69,800 കിലോമീറ്ററായി വർദ്ധിച്ചു. പരിസ്ഥിതി സൗഹൃദമായ ചരക്കു നീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 32 പുതിയ ദേശീയ ജലപാതകൾ പ്രവർത്തന സജ്ജമാക്കി. ഇതിലൂടെ ഉൾനാടൻ ചരക്കു നീക്കം 29 MMT-യിൽ നിന്നും 218 MMT ആയി വൻ വർധനവ് രേഖപ്പെടുത്തി. സാഗർമാല പദ്ധതിയിലൂടെ തുറമുഖ ശേഷി 800 MTPA-യിൽ നിന്നും 2760 MTPA ആയി ഉയർത്താൻ കഴിഞ്ഞു. അതായത് ആകെ തുറമുഖം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുടെ 71% പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കൂടാതെ ആഗോള കാലാവസ്ഥാ വ്യതിയാനമുള്ള പോരാട്ടത്തിൽ ഭാരതം മുൻപന്തിയിലെത്തി. സൗരോർജ്ജ ഉൽപാദന ശേഷി 2.6 ജിഗാവാട്ടിൽ നിന്നും 162 ജിഗാവാട്ടിലേക്ക് ഉയർന്നു. പഞ്ചാമൃത് ലക്ഷ്യങ്ങളിലൂടെ ആകെ പുനരുപയോഗ ശേഷി 54 ജിഗാവാട്ടിൽ നിന്നും 248 ജിഗാവാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. രാജ്യത്തിന്റെ ആകെ പവർ ഗ്രിഡ് ശേഷി 249 ജിഗാവാട്ടിൽ നിന്നും 540 ജിഗാവാട്ടായി വർദ്ധിച്ചു. ദേശീയ വൈദ്യുതി പ്രസരണ ശൃംഖല 2.9 ലക്ഷം കിലോമീറ്ററിൽ നിന്നും 5.0 ലക്ഷം സർക്യൂട്ട് കിലോമീറ്ററായി വികസിച്ചു. മുമ്പ് 17% വീടുകളിൽ മാത്രം പൈപ്പ് വെള്ളം ലഭ്യമായിരുന്നു. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഇന്ന് 80% ഗ്രാമീണ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്. പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന പ്രകൃതിവാതക കണക്കുകൾ 25 ലക്ഷത്തിൽ നിന്നും 1.6 കോടിയായി വർദ്ധിച്ചു. ഇതിന്റെ 84% നൽകപ്പെട്ടത് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിലാണ്. കൂടാതെ 15,000 കിലോമീറ്ററുകളായിരുന്ന ഗ്യാസ് ഗ്രിഡ് ശൃംഖലയിലേക്ക് 26,000 കിലോമീറ്റർ കൂടി ചേർത്തു. 2014 രാജ്യത്തെ 8 എയിംസ് സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് 15 എണ്ണം കൂടി പുതുതായി ആരംഭിച്ചു. ആകെ എണ്ണം 23 ആക്കി അങ്ങനെ ഉയർത്തുകയും ചെയ്തു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്നും 844 വർദ്ധിപ്പിച്ചു. ഇതോടെ MBBS സീറ്റുകൾ 51,348 നിന്നും 1.39 ലക്ഷമായി ഉയർത്താൻ സാധിച്ചത് രാജ്യത്തിന്റെ ആരോഗ്യ സേവന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധ കയറ്റുമതി 700 കോടി രൂപയിൽ നിന്നും 38,424 കോടി രൂപയായി കുത്തനെ വർദ്ധിച്ചു. 2014 500 അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന ഭാരതത്തിൽ ഇന്ന് 2.30 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ വൻ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിർമ്മാണ മേഖലയുടെ അടിത്തറയായ അസംസ്കൃത സ്റ്റീൽ ഉൽപാദന ശേഷി 109 മെട്രിക് ടണ്ണിൽ നിന്നും 222 മെട്രിക് ടണ്ണായി ഉയർന്നു. കൽക്കരി ഉൽപാദനം 565 മെട്രിക് ടണ്ണിൽ നിന്നും 1000 മെട്രിക് ടൺ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിച്ച് രാജ്യത്തിന്റെ പ്രവർത്തന ആവശ്യങ്ങൾ സുരക്ഷിതമാക്കി. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിൽ ഭാരതം കൈവരിച്ച ഈ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനം കേവലം സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവിത നിലവാരത്തിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളുടെ നേർസാക്ഷ്യമാണ്.
ഗതാഗതം, പ്രവർത്തനം, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈവരിച്ച ഈ ദ്രുതഗതിയിലുള്ള മുന്നേറ്റം ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആഗോള സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.